കഴിഞ്ഞ ചില ആഴ്ചകളായി ഈ പരമ്പര നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളും മറ്റും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. തുടർന്നും തീർച്ചയായിട്ടും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒടുവിലായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾ മൊത്തത്തിൽ പറഞ്ഞാൽ കത്തോലിക്ക സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന് പറയുമ്പോൾ ആംഗ്ലിക്കൻ അല്ലെങ്കിൽ CNI CSI സഭാവിഭാഗങ്ങളല്ല, അല്ലാതെ ഈ ബോൺ അഗെയിൻ ചർച്ചസ്, പെന്റക്കോസ്റ്റൽ, കരിസ്മാറ്റിക് അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ, കോൺഗ്രിഗേഷൻ ചർച്ച് എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെയുള്ള സഭകൾക്കൊരു ലീഗൽ ഒരു റെക്കഗ്നേഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒത്തിരി കോലാഹലങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കുകയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലി ചില നടപടികളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതായിട്ടുമൊക്കെ പലർക്കും അറിയാം. അതെന്താണെന്ന് പറയുന്നതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഒരു ലീഗൽ റെക്കഗ്നേഷൻ ഇല്ല എന്ന് പറയാൻ നമ്മൾ തയ്യാറല്ല. ഇത് ലീഗൽ റെക്കഗ്നേഷൻ ആസ് എ സൊസൈറ്റി, ആസ് എ ട്രസ്റ്റ്, ആസ് എ റിലീജിയസ് ട്രസ്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇന്ന് നിലനിൽക്കുന്നതായിട്ടുള്ള ചർച്ചസിനെ ഇന്ത്യ ഗവൺമെൻറ് കാണുന്നത് ഈ ന്യൂനപക്ഷ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അവിടുത്തെ ഒരു സെക്രട്ടറി ലെവൽ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ അവർ മനസ്സിലാക്കുന്നതായിട്ടുള്ള രണ്ട് തരം ചർച്ചസിനെ മാത്രമേ അവരുടെ ഭാവി പരിപാടികൾ നിർണ്ണയിക്കുന്നതിലും ഇന്ത്യയിലെ ക്രൈസ്തവരെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു ഓഡിയൻസ് ലഭിക്കുന്നതും ഒരു രണ്ട് കാറ്റഗറിയാണ്. അതിനെ ഒരു രണ്ട് അംബ്രല്ല ഓർഗനൈസേഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നു നിൽക്കുന്നത്. ദാറ്റ് ഈസ് ഒന്ന് CBCI, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. എല്ലാ കാത്തലിക് റൈറ്റ്സിനെയും അത് റെപ്രസെൻ്റ് ചെയ്യാണ്. ലാറ്റിൻ റൈറ്റ്സ്, സീറോ മലബാർ, മലങ്കര കാത്തലിക് ഉള്ള എല്ലാ റൈറ്റ്സിനെയും അവർ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് NCCI, നാഗ്പൂർ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള നാഷണൽ കൗൺസിൽ ഓഫ് ചേർച്ചസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് അത് ഏകദേശം 100-200 വർഷം പഴക്കമുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. അത് എനിക്ക് തോന്നുന്നു ഏകദേശം 50ഓളം വരുന്ന പല ചർച്ചസ് ഉൾപ്പെടുന്ന ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ. മാർത്തോമ, ഓർത്തഡോക്സ്, കാൽഡിയൻ, മെത്തഡിസ്റ്റ്, ആംഗ്ലിക്കൻ, പ്രസ്ബിറ്റേറിയൻ, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ചേർച്ചസ് ഉണ്ട്. അതെ. അപ്പോൾ ഈ രണ്ട് ഓർഗനൈസേഷനെയാണ് ഒരു പോളിസി ഡിസിഷൻ ആണെങ്കിലും ഒരു ലെജിസ്ലേറ്റീവ് ഇഷ്യൂ ആണെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണെങ്കിലും ഈ രണ്ട് ഓർഗനൈസേഷനോട് സംസാരിച്ചാൽ ഇന്ത്യയിലെ ക്രൈസ്തവരോട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ നിർണ്ണയങ്ങൾക്കും ഒക്കെ ഒരു റീസൺ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും പീപ്പിൾ ഹു മാറ്റേഴ്സ് എന്നുള്ള രീതിയിൽ. എന്നാൽ എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഏകദേശം 50 lakhs ഓളം വരുന്ന ക്രൈസ്തവ വിശ്വാസികൾ ഈ രണ്ട് അംബ്രല്ല ഓർഗനൈസേഷൻസിനും പെടാതെ പാസ്റ്റർ പറഞ്ഞ പോലുള്ള ന്യൂ ബോൺ ചേർച്ച് അല്ലെങ്കിൽ ബോൺ അഗെയിൻ ചേർച്ചസ്, കോൺഗ്രിഗേഷണൽ ചേർച്ചസ്, അപ്പോസ്തോലിക് ചേർച്ചസ്, പെന്റക്കോസ്റ്റൽ ചേർച്ചസ് എന്നുള്ള രീതിയിൽ നിന്നുണ്ട്. സംഭവം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഉണ്ടാക്കിയ സമയത്ത് ഈ പെന്റക്കോസ്റ്റൽ ചേർച്ചസ് അല്ലെങ്കിൽ ഈ ഫ്രീ ചേർച്ചസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോൺ അഗെയിൻ ചേർച്ചസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് 1872 ആക്ടിനകത്ത് വന്നിട്ടേ ഇല്ല. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അതിനെ ഒരു ചേർച്ചായിട്ട് കൺസിഡർ ചെയ്യത്തക്ക രീതിയിൽ ആ മാരേജ് ആക്ടിനകത്ത് പോലും വന്നിട്ടില്ല. അതിനകത്ത് പറഞ്ഞു വെച്ചത് കാത്തലിക് ചർച്ച്, ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇൻ ഇന്ത്യ, അതെ CIPBC എന്ന് പറഞ്ഞ ഒരു സിലോൺ, പാകിസ്ഥാൻ, ബർമ എന്ന് പറഞ്ഞ ഒരു ഘടകമാണ്. അതിൻ്റെ പാർട്ടായിരുന്നു ഇന്ത്യ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ട് നിന്ന്. പക്ഷേ എന്നിട്ട് പിന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദ ചേർച്ചസ് വിച്ച് ഗീവ് എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ. അപ്പം അതിനകത്ത് അതൊരു ഓൾ കവറിങ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിരുന്നു ആ സമയത്ത്. എന്നാൽ ഒരു എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ അല്ലാത്ത രീതിയിലുള്ള ഓർഡിനേഷൻ ഇന്ന് സംജാതമായിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് സംജാതമായിരിക്കുകയാണ്. അതിന് ഒരു റെക്കഗ്നീഷൻ ഗവൺമെൻറ് തലത്തിൽ ഇതുവരെ ഒരു സ്റ്റാറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഒരു പോളിസി ഡിസിഷനിലോ ഒന്നും തന്നെ എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആശയങ്ങൾ പങ്കിടുവാനായിട്ട് കുറച്ചധികം പാസ്റ്റർമാരെയും ലീറ്റിയെയും ഒക്കെ ഒന്ന് ന്യൂഡൽഹിയിൽ ഒരു കോൺഫറൻസ് മിനിസ്ട്രീരിയൽ ലെവൽ ഒരു ഇൻ്ററാക്ഷന് വേണ്ടി ഒരു കോൺഫറൻസിന് വേണ്ടി ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായി. പാസ്റ്റർ അതിനകത്തുണ്ടായിരുന്നല്ലോ. അപ്പം അതിനകത്ത് നമ്മൾ അന്ന് സംസാരിച്ചത് ഈ CBCI NCCI എന്നുള്ള പോലെ തന്നെ ഈ ബോൺ അഗെയിൻ ചേർച്ചസ്, ഈ പെൻഡക്കോസ്റ്റൽ ചേർച്ചസിൻ്റെ പല ചേർച്ചസ് ഉണ്ട്. അന്ന് നമ്മൾ മനസ്സിലാക്കിയത് 53 ചേർച്ചസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരെല്ലാവരും 53 അല്ലാതെ എടുക്കുകയാണെങ്കിൽ വളരെയധികം ഉണ്ട്, ആയിരക്കണക്കിനുണ്ട്. ഇവരെ എല്ലാം കൂടെ ഒരു അംബ്രല്ലയുടെ കീഴിൽ കൊണ്ടുവന്ന് അണിനിരത്തുവാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഇതുവരെ സംഭവം ചില എഫേർട്ട്സൊക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. പക്ഷേ അതിന് ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ഇന്ന് വന്ന് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു ആശയം ഇന്ത്യൻ അപ്പോസ്തോലിക് ചർച്ച് കൗൺസിൽ എന്നൊരാശയം മുന്നോട്ട് വെച്ചത്. അതിനകത്ത് പറഞ്ഞു വന്നത് ഇതാണ്: ഇന്ത്യൻ അപ്പോസ്തോലിക് ചർച്ച് കൗൺസിൽ ഈയുള്ള എല്ലാ അതർ ദാൻ CBCI NCCI കവേർഡ് ചർച്ചസ്, ബാക്കി ദി അതർ ഇതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഇവർക്കൊരു അംബ്രല്ല ഓർഗനൈസേഷൻ, അതെ, മൂന്നാം മുന്നണിയെന്നോ അല്ലെങ്കിൽ ദ പീപ്പിൾ ഹു ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അതർ ടു. ഇതിനകത്ത് അന്നത്തെ ചർച്ചയിൽ നമ്മൾ സെക്രട്ടറി മൈനോറിറ്റി അഫയേഴ്സ് പറഞ്ഞത് ഒരു സ്റ്റീപ്പിൾ, ഒരു കുരിശില്ലാത്ത ഒരു ചർച്ച്, ഒരു കാപ്പയിടാത്ത ഒരു പാസ്റ്റർ, ഇതൊക്കെ അവരെ സംബന്ധിച്ച് അവർക്ക് അറിയത്തില്ല. ഒരു സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അങ്ങനെ ഒരു ചർച്ച ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അന്ന് സംസാരിച്ചപ്പം എനിക്ക് തോന്നുന്നു രവി പാസ്റ്റർ ആണെന്ന് തോന്നുന്നു. അതിശയമാണ്. കുരിശില്ല, നമുക്കൊരു കാസക്കില്ല, ഇതൊക്കെയാണ് അവിടെ പറഞ്ഞപ്പം. അപ്പോൾ അതിനകത്ത് രവി പാസ്റ്റർ ആണെന്ന് പറഞ്ഞത്, ഞാൻ ഈ കോട്ടും ടൈ ഇട്ടാണ് എൻ്റെ ചർച്ചിൽ വരുന്ന 10,000 ആൾക്കാരോട് സംസാരിക്കുന്നതും വർഷിപ്പ് നടത്തുന്നതും. അതൊരു വർഷിപ്പാണെന്ന് ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ ഒരു റിലീജിയസ് കളർ അങ്ങനെയുള്ള ഒരു കൂട്ടങ്ങൾക്ക് ഗവൺമെൻറ്, ബാക്കിയുള്ള മതങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ബാക്കിയുള്ള ഇതര ക്രൈസ്തവരുടെ ഈ ഒരു മ്യൂച്വൽ അംഗീകാരമില്ലായ്മയും അതിനകത്തുണ്ട്, ഗവൺമെൻറ്റിനും മനസ്സിലാവാത്തത്തോളം വരുമ്പോൾ ആകെ തുക, ദ സം ടോട്ടൽ ഒരു നോൺ റെക്കഗ്നീഷൻ എന്നുള്ള രീതിയിലാണ്. എന്നാൽ യു ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ സൊസൈറ്റി, യു ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ ട്രസ്റ്റ്, യു ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ റിലീജിയസ് സൊസൈറ്റി ഓർ എ റിലീജിയസ് ട്രസ്റ്റ്. അല്ല, നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ആരാധനാലയങ്ങൾ പണിയുന്നുണ്ട്, അതിന് ടാക്സ് എക്സംഷൻ കിട്ടുന്നുണ്ട്, നമ്മൾ ശവം അടക്കുന്നുണ്ട്, കല്യാണം നടത്തുന്നുണ്ട്. നമ്മൾ നടത്തിയ കല്യാണമൊന്നും ഇതുവരെ ഇതൊന്നും നല്ലിഫൈഡ് ആയിട്ടില്ല. അല്ല, അതൊക്കെ ഒരു ലൈസൻസിന്റെ പുറത്തുള്ള ആയിരിക്കുമല്ലോ അങ്ങനെ ചെയ്തത്. അല്ല, കേരളത്തിൽ അതും വേണ്ട, കേരളത്തിൽ അതും വേണ്ട. അതെ. ഈ കേരളത്തിൽ എല്ലാം അനുവദനീയമായതുകൊണ്ടും ഒത്തിരി സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും ഇതുപോലെയാണ് ഭാരതം മൊത്തം എന്നൊരു ചിന്ത കേരളത്തിലെ പാസ്റ്റർമാർക്കുണ്ട്. അങ്ങനെയല്ല, കഷ്ടപ്പെടുന്ന ഒത്തിരി പാസ്റ്റർമാർ ഡിസ്ട്രിക്ട് വൈസ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് വൈസ് ആണ് ലൈസൻസുകളൊക്കെ ലഭിക്കുന്നതും ചെയ്യുന്നതും. ഒത്തിരി സ്വാതന്ത്ര്യം നമുക്കുണ്ട് കേരളത്തിൽ, അതുപോലെ അല്ല മറ്റു സംസ്ഥാനങ്ങളിൽ. അതിനകത്ത് കേരള എന്നുള്ളതല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അതിനകത്ത് ഉപയോഗിക്കുന്നത് ട്രാവൻകൂർ എന്നാണ്. കാലിക്കറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോന്ന് ഐ ഹാവ് എ ഡൗട്ട്. 1872 ആക്ടിൽ ട്രാവൻകൂർ കൊച്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാറില്ല. അതെ, അങ്ങനെയാണെങ്കിൽ ഈ ആക്ട് സ്ട്രിക്ട്ലി പറയുകയാണെങ്കിൽ മലബാറിൽ ഈ ലൈസൻസിൽ നടത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. നമ്മൾ ആക്ട് നമ്മൾ പഠിക്കുമ്പോൾ 1872 കഴിഞ്ഞിട്ട് ആരും ഇതിനെ സ്പർശിച്ചിട്ടില്ല. അതെ, ഇത് ട്രാവൻകൂർ കൊച്ചിൻ വെൻ ബിക്കേം പാർട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റിൻ്റെ ഇന്ത്യയുടെ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായപ്പോൾ മലബാർ അതിനകത്ത് സെപ്പറേറ്റ് ആണ്. ഇവർ ഒരു എഗ്രിമെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ, ദ മഹാരാജ ഓഫ് ദ ട്രാവൻകൂർ വിൽ ബി ദ രാജ് പ്രമുഖ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കൺസോൾട്ടേഷൻ അന്ന് ഉണ്ടായത്. അതിനകത്ത് മലബാർ എക്സ്ക്ലൂഡഡാണ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷനിലാണ് കേരളം, ഇന്നത്തെ ടുഡേയ്സ് കേരള ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള മൊത്തം എക്സ്ക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇന്ത്യൻ അപ്പോസ്തലിക് ചർച്ച് കൗൺസിൽ എന്നൊരു ആശയം, ഒരു വൈറ്റ് പേപ്പർ എഴുതി ഞാനത് കണ്ടു, എൻ്റെ കോപ്പി ഞാൻ കണ്ടു. അതെ, അത് നല്ലൊരു ആശയമാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു ബുദ്ധികേന്ദ്രം ഇദ്ദേഹം തന്നെയാണ്, അല്ലാതെ മറ്റാരും അല്ല. കാര്യം എനിക്കറിയാം, വർഷങ്ങളായിട്ട് ഞാനും പല പാസ്റ്റേഴ്സുമായിട്ട് ലീഡേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പം ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു അംബ്രല്ല ബോഡി വേണമെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഈ പൂച്ചക്കാർ മണി കെട്ടു എന്ന് പറഞ്ഞ പോലെ ഇത് ആര് ചെയ്യും? പിന്നെ ഇതിനെപ്പറ്റി കാര്യമായിട്ട് എന്താണ് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമ്പോൾ അതിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങളൊന്നും വലിയ ഗ്രാഹ്യമില്ല. ഞങ്ങൾ വലിയ ആത്മീയര, ഞങ്ങൾക്ക് ഈ ആത്മീയ വിഷയങ്ങളെ അറിയാവൂ, ഇതൊന്നും അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് പ്രധാനമായിട്ട് എൻ്റെ മനസ്സിൽ ഈ ആശയം ഞാൻ കൊണ്ടു നടക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറേ നാളായി. കാരണം ഇത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നുണ്ടായ ഒരു നീഡ് ബേസ്ഡ് ആണ്.
കാരണം പല ചേർച്ചസുമായിട്ടും അവരുടെ പ്രോബ്ലംസുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു വൺ ഓഫ് ദ തിങ് ദാറ്റ് വി ഷുഡ് തിങ്ക് അബൌട്ട് ഈസ് ഒരു അമെൻമെൻറ്റ് ടു ദ ക്രിസ്ത്യൻ മാരേജ് ആക്ട് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ചർച്ചയൊക്കെ ഇതിനകത്തുണ്ടായി. അതൊരു ലെജിസ്ലേറ്റീവ് അമെൻമെൻ്റ് ആണ് വേണ്ടത്. ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് അബൌട്ട് നെക്സ്റ്റ് ലോക്സഭ അത് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞു. അത് ഇത് എല്ലാവരും കൂടെ അല്പം നേരത്തെയൊക്കെ കൂടിയായിരുന്നെങ്കിൽ ചിലപ്പം ഈ സെഷനിലോ ഒക്കെ നമുക്കിത് കൊണ്ടുപോകുമായിരുന്നു എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ അന്ന് സംസാരിച്ചത്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്, നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? അതെ അതെ, ഇത്രയും നാൾ എവിടെയായിരുന്നു? സത്യം പറഞ്ഞ നാണക്കേട് തോന്നി. കാര്യം ഇപ്പോഴാണ് നിങ്ങൾക്ക് ബോധം ഉണ്ടായത്. ഈ ഒരു ആവശ്യവും പറഞ്ഞ് ഇപ്പോഴാണല്ലോ നിങ്ങളിങ്ങോട്ട് വരേണ്ടതുപോലെ വന്നതെന്നുള്ളൊരു രീതിയിൽ അവർ സംസാരിച്ചത്. എനിക്കൊരു അതിശയം തോന്നി. ഇത് പാസ്റ്റർമാർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ലീഡേഴ്സൊക്കെ ഇത് സംസാരിക്കും, പക്ഷേ ഇത് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിലേക്ക് ഇത് നേരായ രീതിയിൽ അതുകൊണ്ട് അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പാസ്റ്റർ, അതിനകത്ത് ഒരു യുണീക്നെസ് ഇതിനകത്ത് ഞാൻ കാണുന്നതാണ്. നമ്മൾ ചർച്ച ചെയ്തതും ഇത് പാസ്റ്റർമാരുടെ ഒരു പൂർണ്ണ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഇത് മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ളൊരു ആശയം, നിങ്ങളുടെ ചർച്ചുകളിൽ ഉള്ള ലെയ്റ്റി, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലെയ്റ്റിയെ ഏതൊക്കെ ചർച്ചസിനെ റെപ്രസെൻ്റ് ചെയ്യാവോ ആ റെപ്രസെൻ്റ് ചെയ്യേണ്ട ലെയ്റ്റി ലീഡേഴ്സിനെ മുന്നോട്ട് വെച്ച് അവരുടെ ഒരു ലീഡർഷിപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഉത്തമം എന്നുള്ളൊരു കാരണം എല്ലാ പാസ്റ്റർമാരും ഒന്നിച്ച് വന്ന് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു സോളാർ സിസ്റ്റത്തിൽ ഒരു സൂര്യനല്ലേ പറ്റുള്ളൂ. പല സൂര്യനുകളെ നിർത്തിക്കൊണ്ട് നമുക്കൊരു സോളാർ സിസ്റ്റം ഓടിക്കാനായിട്ട് സാധിക്കില്ല. യു ആർ ഓൾ ഗാലക്സി ഓഫ് സ്റ്റാർസ്. ഈ ഗാലക്സി ഓഫ് സ്റ്റാർസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു മിൽക്കി വേ ആണ്. അതെല്ലാം ഒരു കോൺസെപ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഇതൊരു പ്രോപ്പർ സോളാർ സിസ്റ്റമായിട്ട് എർത്ത് മൂവിൻ്റെ അടുത്ത് എർത്തും ജൂപ്പിറ്റർ മൂവിൻ്റെ അടുത്ത് ജൂപ്പിറ്ററും ഒക്കെ മൂവ് ചെയ്യണമെങ്കിൽ ഇതിനെ ഒരു സണ്ണും ബാക്കിയുള്ള പ്ലാനറ്റ്സും ബാക്കി സാറ്റലൈറ്റ്സുമായിട്ട് ഓടട്ടെ. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇതിനെ ഒരു വിഭാവനം ചെയ്യുന്നത്. കാരണം ഒരു ലെയ്റ്റി ലീഡർഷിപ്പ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുക. അത് ഒരു ചർച്ച് പാസ്റ്റർ ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ചർച്ചിനാണ് മെമ്പർഷിപ്പ്. ഏതൊക്കെ ചർച്ചുകൾ വരുന്നോ ഇറ്റ് ഈസ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർഷിപ്പ്. ആ വരുന്ന പേഴ്സൺ ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദാറ്റ് ചർച്ച്, ഓഫ് ദാറ്റ് ഡിനോമിനേഷൻ, ഓഫ് ദാറ്റ് കോൺഗ്രിഗേഷൻ. അല്ലാതെ അദ്ദേഹത്തിനൊരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഉള്ള ഒരു മെമ്പർഷിപ്പ് അല്ല അവിടെ കൊടുക്കുന്നത്. സോ he is at the call to the church will have the power to recall him and send a new person. ഒരു 3 year പീരീഡ് ആയിരിക്കും ഒരു ആവറേജ്. നമ്മൾ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലെയ്റ്റിയുടെ ഒരു കളക്റ്റീവ് വിസ്ഡം ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പലരെ കൂടി അതിനകത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, ടൗൺ പ്ലാനേഴ്സ് ഉണ്ട്, ബിസിനസ്മെൻ ഉണ്ട്, മീഡിയ പീപ്പിൾ ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കൂടെ ചേർന്നിരുന്നു കൊണ്ട് ഇതിനെ ഒന്ന് ചർച്ച ചെയ്ത് ഒരു ആശയം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ പല കാര്യങ്ങൾക്കും ഈ ഇൻ്റർവെൻഷൻ ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നൊരു ഇഷ്യൂ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ആഴ്ച ഞാനത് പലർക്കും ചർച്ചയ്ക്ക് ഇപ്പോഴത്തെ ഭരണപക്ഷത്ത് നിൽക്കുന്ന കേന്ദ്രത്തിലെ ഭരിക്കുന്ന കക്ഷിയുടെ ഒരു അഭിഭാഷകൻ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ മൂവി ഉണ്ടായി. അതിനകത്ത് പറഞ്ഞത് മൈനോറിറ്റി എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യേണ്ടത് സ്റ്റേറ്റ് വൈസ് ആണ്. മൈനോറിറ്റി ഡിറ്റർമിൻ ചെയ്യേണ്ടത് സ്റ്റേറ്റ് വൈസ് ആണെങ്കിൽ ഇതിനകത്ത് വലിയ നമ്മുടെ മൈനോറിറ്റി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ തകിടം മറിയാൻ പോകണം. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ച് പറയുന്നത് ഒരു 3% എന്നാണ് പറയുന്നത്. അപ്പം 97% ഈസ് സംബഡി എൽസ്. മൈനോറിറ്റിയുടെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ലെസ് ദാൻ 50%. അപ്പോൾ കാശ്മീരിൽ മൈനോറിറ്റി എന്ന് പറയുന്നത് ക്രൈസ്തവരും ഹിന്ദുക്കളും ആയിരിക്കാം. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ എല്ലായിടത്തും സ്റ്റേറ്റ് വൈസ് ഉള്ള എന്യൂമറേഷൻ വരുമ്പോഴത്തേക്ക് ക്രിസ്ത്യൻസ് ആർ എ മെജോറിറ്റി ദർ. എന്നാൽ ആകെ ഒരു ഇന്ത്യാസ് മഹാരാജ്യത്തെ മൊത്തം നോക്കുമ്പോൾ ക്രിസ്ത്യൻസ് ഈസ് എ മൈനോറിറ്റി ഓൺലി 3%. സോ ഇതൊരു വലിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റിലേക്ക് തന്നെ വരേണ്ട ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ആര് മുന്നോട്ട് പോകും? ഒരു ചർച്ചിന് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത്?
അങ്ങനെയാണ് ഈ IACC പോലുള്ള സംഘടനകൾക്ക് ഒരു 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 റെലവൻസ് ഉള്ളത്. കാരണം ഇത് ടേക്കപ്പ് ചെയ്യേണ്ടത് ഈ മൈനോറിറ്റി, ഇപ്പം പല ചർച്ചസിനെ പ്ലാൻ ചെയ്തിരിക്കുന്ന ചർച്ച് പ്ലാൻ മിഷനുള്ളവരുണ്ട്. പല സ്ഥലങ്ങളിൽ നമുക്ക് ഇതൊരു കൺട്രി ആയിട്ടാണോ മൈനോറിറ്റി ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ഒരു സ്റ്റേറ്റ് ആയിട്ടാണോ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? ഇതൊന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് ഇപ്പം നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷന് സുപ്രീം കോടതി 3 മാസത്തിനകം തീരുമാനമെടുക്കാനായിട്ട് ഓർഡർ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച സംഭവിച്ചാണ്. അപ്പോൾ ഈ മൈനോറിറ്റി കമ്മീഷൻ ഇതിലൊരു തീരുമാനമെടുക്കുന്നതിൽ, അവരുടെ തീരുമാനമെടുക്കുന്ന പ്രോസസ്സിൽ ക്രൈസ്തവരെ റെപ്രസെൻ്റ് ചെയ്തുള്ള ഒരു വോയിസ് ഉണ്ടാവണം. ഏതൊക്കെ മൈനോറിറ്റി, ക്രൈസ്തവരെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ക്രൈസ്തവർ മൈനോറിറ്റി ആണെങ്കിൽ സിഖ് സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്ത്, ജൈൻ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്ത്, മുസ്ലിം സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്ത്, മൈനോറിറ്റി എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസിനെ അപ്പോൾ ആര് റെപ്രസെൻ്റ് ചെയ്യും? CBCI, NCCI അവർ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മെജോറിറ്റി ഓഫ് ദി അതർ അൺറെപ്രസെൻറ്റഡ് ആണ്. അതിനകത്ത് ഈ കാത്തലിക്സും CBCIയും NCCI അല്ലാത്തവരൊരു മൈനോറിറ്റി പോലെ ആയിരുന്നത്. സത്യം അങ്ങനെയല്ല. ഈ ബോണഗേറ്റ് ചർച്ചസ് ഇപ്പോൾ ഒരു മൈനോറിറ്റി അല്ല. ക്രൈസ്തവ വിഭാഗങ്ങളെ മൊത്തത്തിലെടുത്താൽ വളരുന്ന ഗ്രോയിങ് ചർച്ചസ് എന്ന് പറയുന്നത് എല്ലാം ഈ പറഞ്ഞ ബോണഗേറ്റ് പെന്റക്കോസ്റ്റൽ കരിസ്മാറ്റിക് ചർച്ചസ് ആണ്. പക്ഷെ അതിൻ്റെ എണ്ണമൊന്നും ആരും എടുത്തിട്ടില്ലായിരിക്കും. പക്ഷേ എല്ലാവർക്കും അറിയാം ഈ വിഷയം. പാസ്റ്ററിൻ്റെ അടുത്ത് ഇതിൻ്റെ സാങ്കത്യം എന്താണെന്ന് ചോദിച്ചപ്പം ഞാൻ പറയാനായിട്ട് ശ്രമിച്ച ഇതാണ്, റെലവൻസ് ഇസ് ദിസ്. ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ ഇപ്പം ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഇഷ്യൂ ആണിത്. ഇപ്പം അടുത്ത ഇഷ്യൂ ഇപ്പം സംബന്ധിച്ച് വരുന്നത് ദളിത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചാണ്. ദളിത് ആയിരിക്കുന്ന ഒരാൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ് അത് ഇല്ലാതെ വരുന്നു. രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഉള്ള നടപ്പിലാക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം കേന്ദ്രം ഭരിക്കുന്നവർക്കുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു ഇലക്ഷനെ സംബന്ധിച്ച്, ഒരു ഇലക്ഷനേക്ക് മുന്നിൽ കാണുമ്പോൾ, ഒരു മാനിഫെസ്റ്റോ ഒരു പാർട്ടി നിർണ്ണയിക്കുമ്പോൾ ഈ ഒരു വിഷയം ക്രൈസ്തവർ എന്നുള്ള നിലയിൽ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ മുമ്പാകെ വെക്കേണ്ട ഒരു മാനിഫെസ്റ്റോ ആണ്. ഇത് പാസ്റ്ററിൻ്റെ ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു ചർച്ച വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ കേൾക്കും? ഒരു കളക്റ്റീവ് വോയിസ് ആയിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഇത് ക്രൈസ്തവരെ സംബന്ധിച്ച ഒരു വിഷയമാണ്. ഇത് വി ഹാവ് എ റൈറ്റ് ടു ബി ഹേർഡ്. പറയാനുള്ളത് പറയാനും കേൾക്കാനുള്ളവർ കേൾക്കാനും ഉള്ള ഒരു സദസ്സെന്ന് മാത്രം ഇതിനെ കാണാവുള്ളൂ. അല്ലാതെ ഇതൊരു കൗണ്ടർ ഫോഴ്സോ വേറൊരു ചർച്ചോ എന്നുള്ളതല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ഒരു അറേഞ്ച്മെൻറ്റ് ഫോർ ദീസ് ചർച്ചസ് ടു കം ടുഗദർ ആസ് വൺ വോയിസ്, ഒരു ഏകസ്വരത്തിൽ സംസാരിക്കും. കാരണം ഇന്നത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ എല്ലാം വിഘടിതമായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. ഒരാൾ പറയുന്നതല്ല മറ്റൊരാൾ പറയുന്നത്, ഡോക്ട്രിനലാണോ ഏത് തരത്തിലാണോ എന്നറിയില്ല. ഒരു തരത്തിൽ ഒരു കോപ്പറേഷനിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഇറക്കൺസൈലബിൾ ഡിഫറൻസസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കൂട്ടത്തിലാണ്. ഇവരെ എല്ലാം ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുന്ന 50 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾക്ക് വോയിസ് ഇതാണ് എന്ന് പറയേണ്ടത് ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ആവശ്യമാണ്. സോ ഇറ്റ് ഈസ് എ സോഷ്യൽ നീഡ്. ചർച്ചിൻ്റെ നീഡിനേക്കാളും ഉപരി ഒരു സോഷ്യൽ നീഡുമാണ്. ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ വന്നു നിൽക്കുകയാണ്. വിവിധങ്ങളായ വിഷയങ്ങൾ. ഇപ്പം മാനിഫെസ്റ്റോയെക്കുറിച്ച് പറയുന്നത്, ഈ വരുന്ന ഇലക്ഷനിൽ ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കാനായിട്ട് പാസ്റ്റർ ഉൾപ്പെട്ടിരിക്കുന്ന പെന്തക്കോസ് വിഭാഗത്തിൽ ആർക്കാണ് ഒരു കളക്റ്റീവ് വോയിസ് കൊടുക്കാൻ പറ്റുന്നത് ഇന്ന്? അങ്ങനെ ഒരു കളക്റ്റീവ് വോയിസ് നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കളക്റ്റീവ് വോയിസ് ഉണ്ടോ? ഇല്ല. അപ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനെ വിട്ടാട്ടെ, an assembly of churches, അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ചർച്ചുകളിലുള്ളതായിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, നിങ്ങളുടെ ചർച്ചുകളിലുള്ള പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ്, നിങ്ങളുടെ എക്കോണമിസ്റ്റ്, നിങ്ങളുടെ ഡോക്ടേഴ്സ്, ഇവരെല്ലാം ബിസിനസ്മെൻ, ടൗൺ പ്ലാനേഴ്സ്, എല്ലാവരും വരട്ടെ. ഗീവ് ദ ബെസ്റ്റ്. നിങ്ങൾ ചർച്ച നിങ്ങൾ ആ റിസർവ്സിൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അവരിരുന്ന് ചർച്ച ചെയ്യട്ടെ. എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും ബിബ്ലിക്കൽ ഗൈഡൻസിനും എല്ലാം നിങ്ങൾ പാസ്റ്റർമാർ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സിലും നിങ്ങളുടെ ഒരു ഓവറോൾ സൂപ്പർവിഷനിലുമാണ് ഇത് നടക്കുന്നത്. അല്ലാതെ പാസ്റ്റർലെസ് കൗൺസിലല്ല ഇത്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞ പോലെ ദിറ്റ് ഈസ് ഫോർ ദ ചർച്ച്, ബൈ ദ ചർച്ച് ആൻഡ് ഓഫ് ദ ചർച്ച്. അങ്ങനെയുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ചാണ് ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പോലുള്ള സ്വഭാവം അൽമായിരുന്നു അല്ലാന്നുള്ള വേറെ കൃത്യമില്ല എന്നൊക്കെ പറയും.
പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ എല്ലാം പാസ്റ്റർമാരുടെ കയ്യിലും പാസ്റ്റർമാരുടെ കൺട്രോളിലും ഒക്കെയാണ് കാര്യങ്ങൾ നിർത്താൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കത്തോലിക്ക സഭകളിലേക്ക് പ്രത്യേകിച്ച് ആത്മാർക്ക് ഒത്തിരി പ്രാതിനിധ്യമാണ്, അവർക്ക് വലിയ തർക്കങ്ങളും വാദങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള തർക്കങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അൽമായ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ലേമൻ ഇറങ്ങി ഈ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അവിടെ ഈ മൂപ്പളപ്പ് തർക്കം ഇല്ലാതെ വരും. അതിനെ എപ്പോഴും ഒരു കൺസൾട്ടേറ്റീവ് ബേസിസിൽ എപ്പോഴൊക്കെ ആശയവിനിമയം നടത്തണോ, അതിന് വേണ്ടുന്ന ഒരു സ്പിരിച്വൽ ഗൈഡൻസ് വേണം. അവിടെയൊക്കെ നമുക്ക് നിങ്ങളെ എല്ലാ പാർട്ടീസ് അവൈലബിൾ ആണല്ലോ. അഡ്വൈസറി ബോർഡായിട്ട് തീർച്ചയായിട്ടും പ്രവർത്തിക്കാമല്ലോ. എന്നാൽ കാര്യങ്ങൾ ഇൻട്രാക്ട് ദ ഫേസ് ഓഫ് ദ ചർച്ച് നിൽക്കേണ്ടത് അത് നമുക്കൊരു വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെ തുടങ്ങാമെന്നാണ് എനിക്ക് മനസ്സിലുള്ള ഒരു ആശയം. കാരണം ഇത് 3 വർഷത്തേക്ക് ഒരു ചർച്ച് മെമ്പർ മാത്രമായിരിക്കില്ല അതിൻ്റെ പ്രസിഡൻ്റായിട്ട്, അത് അടുത്ത വർഷം വേറൊരു ചർച്ചിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി. ആ രീതിയിൽ ഇതിൻ്റെ നിയമാവലികൾ സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെ എല്ലാവർക്കും ഒരു പാർട്ടിസിപ്പേറ്റീവ് മോഡിൽ ഇത് ഒന്ന് റിലേറ്റ് ചെയ്യാത്തക്ക രീതിയിൽ ഉള്ള ഒരാശയമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത നടപടികൾ ഇനിയിപ്പം ഉടനെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ബോർഡ് ഫോമായിട്ടില്ല, ഒരു കൗൺസിൽ, ഒരാശയം, ഇതിനെ ഒരു വചനം ജഡമായി തീരണം ഇപ്പം കടലാസിലാണ് എന്ന് പറഞ്ഞാൽ ദ ഐഡിയ ഹാസ് ടു നൗ ബിക്കം ടേക്ക് ബോഡി, ഷേപ്പ് ഓഫ് എ ബോഡി. അത് അടുത്ത് തന്നെ ഉണ്ടാവും. അതിൻ്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കൊളേറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻസ്, സജഷൻസ് ഒക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേഷൻ വൈഡ് ആയിട്ടാണ് നടക്കുന്നത്. അതെ. ഇതിപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പാസ്റ്റേഴ്സ് അവിടെ ഇൻട്രാക്ട് ചെയ്തു, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇൻട്രാക്ട് ചെയ്തു, ജമ്മു കാശ്മീരിൽ നിന്ന് ഇൻട്രാക്ട് ചെയ്തു, പഞ്ചാബിൽ നിന്ന് ഇൻട്രാക്ട് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള ഇൻട്രാക്ഷൻ നമുക്കല്ലാതെ തന്നെ മാക്സിമം ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. മിഷൻ ഓർഗനൈസേഷൻസുമായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഒരു മൊമെൻറ്റം ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു ചെറിയ ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് വരുന്നത്, പല ഓർഗനൈസേഷൻസിനും തോന്നുന്നു ഇതൊരു വേറൊരു ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ആരുമായിട്ട് ഒന്നിനും ഒരു കോമ്പറ്റീഷനോ ഒന്നും അല്ല ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഏരിയ ഉണ്ട്. ഇപ്പം ചിലർ പെർസിക്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അത് അവർ ആ രീതി, ഇത് പെർസിക്യൂഷൻ മാത്രമല്ല, പെർസിക്യൂഷൻ മീ വൺ അമങ് മെനി അതർ തിങ്സ്. ഇത് അന്ന് പറഞ്ഞ പോലെ ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദ ടെമ്പറൽ ആസ്പെക്ട്സ് ഓഫ് ദ ചർച്ച്, ഏതൊക്കെ രീതിയിൽ ഒരു ടെമ്പറൽ ആസ്പെക്ട്സ് ഓഫ് ദ ചർച്ച്, ഇപ്പോൾ പറയുകയാണ് ഒരു എക്കോളജി റിലേറ്റഡ് ഒരു ഇഷ്യൂ. ഇപ്പം പെന്തക്കോസ്റ്റൽ സഭയെ സംബന്ധിച്ച് ഇപ്പോൾ ഈക്കോ തിയോളജി എന്നുള്ളത് ഒരു വിഷയം എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു. എന്നാൽ 50 ലക്ഷം വരുന്ന വിശ്വാസികളെ ഒന്ന് ചേർത്തിണക്കിക്കൊണ്ട് ഒരു ഈക്കോ ഫ്രണ്ട്ലി ചർച്ച് എന്നുള്ള രീതിയിലേക്ക് ഒരാശയം നമ്മൾ 2020 മുന്നോട്ട് വെക്കുക, IACC മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും? 50 ലക്ഷം വിശ്വാസികളാണ് നമ്മൾ പറയുന്നത്. അവരുടെ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കോടി ആണ് അതിനകത്ത് വരുന്നത്. അവർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഏതൊക്കെ രീതിയിൽ, ഞാൻ പറഞ്ഞത് പെന്തക്കോസ്റ്റൽ ചർച്ചസുകൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ ഉള്ള പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്, എക്ലിസിയാസ്റ്റിക്കൽ ഇൻ്റർഫിയറൻസ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു കൗൺസിലിലൂടെ ചിന്തിച്ചെടുക്കുവാനായിട്ട് ഉള്ള ഒരു നല്ല ആൾക്കാരെ എല്ലാ സഭകളും വിട്ടു തരണമെന്നുള്ള ഒരു റിക്വസ്റ്റാണുള്ളത്. എന്തായാലും ലേമൻ അങ്ങനെ ഒരു ബോഡി ആകുമ്പോൾ തീർച്ചയായിട്ടും നല്ല ആശയങ്ങളും നല്ല ചിന്തകളും മറ്റും ഉണ്ടാവും. അതൊരു തിരി വരും, അത് നന്നായിട്ട് അത് പോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ, നമുക്കത് പ്രാർത്ഥിക്കാം. പക്ഷേ ഇത് തീർച്ചയായിട്ടും, കാരണം ഇതിനകത്ത് ഒരു കാര്യം ഇതിനകത്തൊരു ഇനീഷ്യൽ ഡിസ്കഷന് തന്നെ മനസ്സിലാക്കിയത്, ഓരോ ചർച്ചിലും ഉള്ളതായിട്ടുള്ള റിസോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യത്തക്ക രീതിയിൽ പോലും ഇതിനൊരു ഫെസിലിറ്റേറ്റിംഗ് പ്ലാറ്റ്ഫോമായി മാറാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പേഴ്സണലി 1-2 ബിസിനസ്മെനുമായിട്ട് സംസാരിക്കാനായിട്ടിടയായി. അവർ പറഞ്ഞു, വി ആർ ലുക്കിംഗ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഡു യു ഹാവ് സം ഗുഡ് ബിലീവേഴ്സ് ഹു ക്യാൻ പാർട്ട്ണർ വിത്ത് അസ്? ഇത് ഏത് ചർച്ച് ഒരു പാസ്റ്ററിന് ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ ഇത് ആക്ച്വലി
ഒരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ് ആണ്. ഇറ്റ് ഇസ് ഓൺലി നെറ്റ്വർക്കിംഗ് ബിറ്റ്വീൻ പീപ്പിൾ. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും നടക്കുന്നില്ല. വേറെ ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്, അവിടെ ഒരു നീഡുണ്ട്. രണ്ടുപേരെയും വളരെ ക്ലിയർ ആയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബിബ്ലിക്കൽ വാല്യൂ ബേസിസിൽ ഇവരെ ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു സിനർജിയൊക്കെ വർക്കൗട്ട് ചെയ്യണം. അത് തന്നെയല്ലേ ഈ നമ്മൾ ഈ ഫെലോഷിപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൊയിനോണിയ എന്ന് പറഞ്ഞിട്ട് ഷെയർ എന്നേ ഉള്ളൂ. അപ്പോൾ ആദിമസഭ ചെയ്തിരുന്ന അതാ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവരിൽ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും അന്യോന്യം പങ്കുവച്ചു. ഇന്ന് അങ്ങനെ ഒരു പങ്കുവയ്ക്കലില്ല. ഓരോ ചർച്ചിൻ്റെയും റിസോഴ്സസ് അവരവർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുക. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പങ്കുവെച്ച് പോയിരുന്നെങ്കിൽ എന്ത് നന്നായിട്ട് വി വിൽ മൾട്ടിപ്ലൈ. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ അഞ്ചപ്പവും ഞാൻ കഥ കേട്ടതല്ലേ, ഇത് ഒരു ഹോർഡിംഗ് ആയിരുന്നു പ്രശ്നം. അത് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം തമ്പുരാന് തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് അനേകർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. ഹോർഡ് ചെയ്ത് എവിടെയൊക്കെ വെച്ചോ അത് ഇറ്റ് ഫിൽസ് ഓൺലി ഫ്യൂ സ്റ്റമക്സ്. വെൻ യു ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഗിവ് ടു ഗോഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിൽ ഫിൽ മെനി സ്റ്റമക്സ്. അത് വളരെ വിപ്ലവകരമായൊരു മാറ്റമാണ് വരുന്ന ആളുകളിൽ ദൈവസഭയിൽ കാണാൻ പോകുന്നത് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും അതിന് പ്രാർത്ഥന. ഇത് മനുഷ്യർ ഇതൊരു ഒരു ഗോഡ് ഓർഡെയിൻഡ് ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. അല്ലാതെ നമുക്കിതിനകത്തൊരു മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറമായിട്ട് ദൈവത്തിന് ഈ സഭയെക്കുറിച്ച് ഈ രാഷ്ട്രത്തിൽ ചെയ്തെടുക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നതിലൂടെ, തോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ, നമ്മുടെ റിസോഴ്സസ് പങ്കുവയ്ക്കുന്നതിലൂടെ, നമ്മൾ അന്യോന്യം അറിയുന്നതിലൂടെ ഒക്കെ എങ്ങനെ മിഷൻ ഇൻവോൾവ്മെൻറ്റിൽ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൽ, നമ്മുടെ തന്നെ ആത്മീയമായ വളർച്ചയ്ക്കൊക്കെ ഏത് തരത്തിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ഞാൻ പല പാസ്റ്റർമാരെ മീറ്റ് ചെയ്തപ്പോഴാണ് അവർ ഒക്കെ മനസ്സിലാക്കുന്നത്, അപ്പോസ്തോലിക് ചർച്ച് കൗൺസിൽ എന്നുള്ളത് അന്ന് നിങ്ങളാണല്ലേ ഹോമോസെക്ഷുവാലിറ്റി കേസിൽ 377 കക്ഷികളായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇതൊരു ചർച്ചിൻ്റെ ഒരു കോമൺ പ്രോബ്ലം. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് പാസ്റ്ററും ഞാനും അറിഞ്ഞ് നമ്മൾ ചെയ്തതായിട്ടുള്ള ഒരു കേസിനെ കുറിച്ച് പോലും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ടാണ് ആൾക്കാരൊക്കെ അറിഞ്ഞത് പോലും. ഈ നമ്മുടെ ഈ ഇന്റർവ്യൂ തന്നെ കേട്ടിട്ട് പലരും അത് അപ്പോഴാണ് ഗൗരവം മനസ്സിലാക്കിയത്. ഒരു സഭയുടെ ആ ഒരു മൗനം, ആ ഒരു കില്ലിംഗ് സൈലൻസ് എന്ന് പറഞ്ഞാൽ. അതെ അതെ അതെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നാം ഓരോരുത്തരും ഏതെങ്കിലും പ്രാദേശിക സഭയിൽ നമ്മൾ അംഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിനോമിനേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ നാം എല്ലാം ഒന്നായി ചേരുന്ന ഒരു വീണ്ടും ഒരു സംഘടന എന്നുള്ളതിനെക്കാട്ടിലും ഒന്നിച്ചൊരു കൂട്ടായ്മ അത് ആവശ്യമാണ്. അത് നമുക്കൊരു ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത് പോലെ തന്നെ ആവശ്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ സർക്കാരുമായിട്ടുമൊക്കെ ഒന്ന് സംസാരിക്കാനും, സർക്കാരിന് എന്തെങ്കിലും നമ്മോട് സംസാരിക്കണമെങ്കിലും കാര്യം അതിനൊക്കെ ഒരു വേദി ആവശ്യമാണ്. അപ്പോൾ അതിനിങ്ങനെയുള്ളൊരു നീക്കം നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളത്, എല്ലാവരും ഈ വിഷയം പ്രാർത്ഥിക്കണം. കാര്യം ഇത് ആർക്കെങ്കിലും പ്രസിഡന്റ് കളിക്കാനോ സെക്രട്ടറി കളിക്കാനൊന്നുമല്ല. തീർച്ചയായിട്ടും ഇതൊരു ആവശ്യമാണ്. നേരത്തെ കേട്ടതുപോലെ മാറി വരുന്ന സർക്കാരുകളെ നമ്മളൊരു ബാർഗെയിനിങ് ഒന്നുമല്ല, നമ്മളൊരു വോട്ട് ബാങ്ക് ആകാനുള്ള ശ്രമം ഒന്നുമല്ല. തീർച്ചയായിട്ടും ദൈവസഭയ്ക്കൊരു വലിയ പ്രസക്തി ഉണ്ട് പ്രിയപ്പെട്ടവർ, ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വരുന്ന ആളുകളിൽ സഭ എഴുന്നേറ്റ് ദേശത്തെ നയിക്കുന്നവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കും. കാരണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന അളവിലേക്ക് നാം വളരണം. അതിൻ്റെയൊക്കെ തുടക്കമാണെന്നാണ് ഞാനിതൊക്കെ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ ഒന്നിച്ചുള്ള പ്രാർത്ഥന വരുന്ന ആളുകളിൽ വലിയ ശക്തിയായിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഈ വിഷയം തൽക്കാലം ഞങ്ങളിവിടെ നിർത്തുകയാണ്. ഈ കേട്ടതിനെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിലിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നന്ദി. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.